ഞാനിപ്പോൾ ഉള്ളത് പാലായിലെ ഭരണങ്ങാനം അൽഫോൻസാമയുടെ ഖബറിങ്കലാണ്. ഇന്ത്യയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് വിശുദ്ധ അൽഫോൻസാമ. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയിലെ കുടമാളൂർ ഇടവകയിൽ ഉൾപ്പെട്ട ആർപ്പൂക്കര ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത് മകളായി 1910 ഓഗസ്റ്റ് 19 ആയിരുന്നു അൽഫോൻസാമയുടെ ജനനം. അവർ അന്നക്കുട്ടി എന്ന പേരാണ് മകൾക്ക് നൽകിയത്. ചെമ്പകശ്ശേരി രാജഭരണകാലത്ത് മുട്ടത്തുപാടം കുടുംബം പള്ളി സ്ഥാപനത്തിനോടനുബന്ധിച്ച് ആർപ്പൂക്കരയിൽ സ്ഥിരതാമസക്കാരാക്കുകയും പിന്നീട് കൊട്ടാരം വൈദ്യരുമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. ഇന്നും ഈ കുടുംബത്തിലെ ചില അംഗങ്ങൾ വൈദ്യരായി അറിയപ്പെടുന്നു. അന്നക്കുട്ടിയുടെ ജനനത്തിന് മുമ്പ് അമ്മ ഒരു സർപ്പത്തെ കണ്ട് ഭയപ്പെട്ടതിനെ തുടർന്ന് ഗർഭകാലം തികയുന്നതിന് മുമ്പ് 8ാം മാസത്തിലാണ് അന്നക്കുട്ടി ജനിക്കുന്നത്. ഓഗസ്റ്റ് 27 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരിലുള്ള കുടമാളൂർ ഇടവക ദേവാലയത്തിൽ വെച്ച് സ്നാനം നൽകി. കുടമാളൂർ പള്ളിയിൽ 1917 നവംബർ 27 അന്നക്കുട്ടി ആദ്യ കുർബാന കൈക്കൊണ്ടു. ചെറുപ്പത്തിൽ തന്നെ അന്നക്കുട്ടി പാവങ്ങളോട് അനുകമ്പ കാട്ടിയിരുന്നു. 1930 മെയ് 19 ഭരണങ്ങാനം ഫെറോന പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപതാ മെത്രാൻ മാർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്നും മറ്റ് 7 പേരോടൊപ്പം സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് പല രോഗപീഠകൾ അൽഫോൻസാമയെ അലട്ടിയിരുന്നു. 1946 ജൂലൈ മാസം 28 ഞായറാഴ്ച ഏകദേശം 2 മണിയോടുകൂടി അൽഫോൻസ ദൈവസന്നിധിയിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം അൽഫോൻസാമയെ ഭരണങ്ങാനം സെമിത്തേരി കപ്പോളയിൽ സംസ്കരിച്ചു. 1985 ഒരു കുട്ടിയുടെ അസുഖം അൽഫോൻസാമയെ പ്രാർത്ഥിച്ചതിനാൽ സുഖപ്പെടുകയുണ്ടായി. ഈ അത്ഭുത പ്രവൃത്തിയാണ് അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുവാനായി വത്തിക്കാൻ നടപടികളെടുക്കാൻ കാരണം. 1986 ഫെബ്രുവരി 8 അൽഫോൻസാമയെ ജോൺ പോൾ 2 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. കോട്ടയത്ത് വെച്ച് അൽഫോൻസാമയെയും ചാവറയച്ചനെയും ഒരേ ദിവസമാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്.